നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒരു തവണയും കൂടി ഭഗവാനെ കുറിച്ച് അനുസ്മരിക്കാനുള്ള ഒരവസരം തന്നതിന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ആദ്യം തന്നെ ഒരു ക്ഷമാപണമാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഇന്നലത്തെ അല്ല, മിനിയാന്നത്തെ വീഡിയോന്റെ ടൈറ്റിൽ മാറിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് ഫേക്ക് ആയിട്ടുള്ള ടൈറ്റിൽസ് ഇടാറില്ല ഞാൻ എന്ന്. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ടൈറ്റിൽ മാറിപ്പോയി. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എടുത്തിരുന്നു. ആ ചോദ്യം ഞാൻ പറയുകയും ചെയ്തിരുന്നു കേട്ടോ. മദ്യപാനം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും അതിൽ കാണാനില്ല. ഞാൻ 2 തവണയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒന്ന് ഷോർട്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വേറെ ആയിട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും ഫോണിലും അത് കാണാനില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എനിക്ക് നല്ല പണി തന്നതാണെന്ന്. കാരണം അതിൻ്റെ തലേദിവസം എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ നിങ്ങൾ ടൈറ്റിലിൽ പറയണതൊന്നും വീഡിയോയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വിമർശനം വന്നപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഫേക്ക് ടൈറ്റിൽ ഇടാറില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറയണേ എന്നുള്ളൊരു ഭാവം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ചോദ്യം എടുത്തിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല എന്ന്. അത് പറയുന്ന സമയത്തുള്ള എൻ്റെ ഒരു മനോഭാവം ഇത്തിരി അഹങ്കാരം നിറഞ്ഞത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അത് എന്നെക്കാളും നന്നായി ഗുരുവായൂരപ്പനല്ലേ അറിയാം. അതുകൊണ്ടാവും എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയെന്ന് വിചാരിക്കണോ ഞാൻ. അപ്പൊ എല്ലാ ഗുരുവായൂരപ്പൻ വിചാരിക്കണ പോലെയല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ട് ഗുരുവായൂരപ്പൻ്റെ മേലിടുക അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിരുന്നതാണ് ഉത്തരം. പക്ഷെ എന്തോ വീഡിയോയിൽ അത് കാണാനില്ല. എഡിറ്റിങ്ങിൽ മാറിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മനുവേട്ടൻ്റെ നേരെ നോക്കുമ്പോൾ ഫോൺ എടുത്ത് കാണിച്ചു തന്നിട്ട് ഇതിൽ എവിടെയും കാണാനില്ലല്ലോ അങ്ങനെ ഒരു ആൻസർ പറഞ്ഞത് എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണാനില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മുടെ മായാജാലക്കാരൻ ഉണ്ണികൃഷ്ണൻ അവിടെ എനിക്ക് നല്ലൊരു പണി തന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഞാൻ വലിയ രീതിയിൽ നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് കേട്ടോ. ഞാൻ ആ ചോദ്യം എടുത്തിട്ടുണ്ട്. അതിനി ഷോർട്ട് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കണ്ട് കയറി വന്ന എല്ലാവരോടും ഞാൻ സോറി പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. പ്രീത അജയൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ആയുസ്സും ആരോഗ്യവും സദ്ബുദ്ധിയുമുള്ള കുഞ്ഞിനെ കിട്ടാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പതേ ദേഹിമേ തനയം കൃഷ്ണത്വമഹം ശരണം ഗത ഈ മന്ത്രം ജപിക്കുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം ജപിക്കണം? വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കൃഷ്ണനാട്ടം വഴിപാട് നേർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രം എപ്പോഴും ചൊല്ലാം, എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. അങ്ങനെ എണ്ണത്തിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. എത്ര തവണ നമുക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇത് സന്താന ഗോപാല മന്ത്രമാണ് കേട്ടോ. ഇത് എപ്പോഴും ചൊല്ലുന്നത് നല്ലതാണ്. ഒപ്പം നാരായണീയത്തിലെ 38ാമത്തെ ദശകം ശ്രീകൃഷ്ണ അവതാരമാണ്. ഇത് ചൊല്ലാം. അതല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ആദ്യത്തെ 3 അധ്യായവും അവതാരമാണ് കേട്ടോ. ശ്രീകൃഷ്ണ അവതാരമാണ്. അപ്പൊ അത് ചൊല്ലിയാലും മതി. അതും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലാം കേട്ടോ. അടുത്തതായിട്ട് ഷീല വേണുഗോപാൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകന്റെ വിവാഹം നടക്കാൻ നാരായണീയം 69ാമത്തെ ദശകവും 78, 79 ദശകവും വായിക്കുന്നുണ്ട്. 32 വയസ്സായി. ലക്ഷ്മി നാരായണ വിഗ്രഹം സമർപ്പിച്ചു. ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ വന്നിരുന്നു. സഹസ്രനാമം നാരായണീയം എല്ലാം വായിച്ചു. പിന്നെ എന്തായിരുന്നു വായിച്ചു ഗുരുവായൂർ ഏകാദശിക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അമ്മയുടെ ഒരു വിഷമാണ് അല്ലെ. 32 വയസ്സായിട്ടില്ലേ മകന്. ഓരോ വയസ്സ് കഴിയും തോറും അമ്മമാർക്ക് ആദ്യം കൂടും. അത് ശരിയാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ നല്ലത് തന്നെ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കൂ. വിശ്വാസപൂർവ്വം ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. സ്വയംവരം വായിക്കലാണെങ്കിലും രാസക്രീഡ വായിക്കലാണെങ്കിലും ഒന്നും നിർത്താതെ തുടർന്നുകൊണ്ടേയിരിക്കൂ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് നല്ലൊരു മകളെ തരട്ടെ. സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ.
അടുത്തതായിട്ട് ഗുരുവായൂരിൽ തൊഴാൻ വന്നാൽ ഉറപ്പായും ചൊല്ലേണ്ട ദശകങ്ങൾ എന്തെല്ലാമാണ്? നാരായണീയം മുഴുവൻ. നാരായണീയ പ്രിയനാണ് ഗുരുവായൂരപ്പൻ. നാരായണീയത്തിൽ ഏത് ഭാഗം വായിക്കുകയാണെങ്കിലും നോക്കൂ, നാരായണീയം ഒരാൾ കയ്യിലെടുത്താൽ ഉണ്ണികൃഷ്ണൻ, ഒരു 2 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണൻ ഓടി വന്ന് മുമ്പിൽ അവിടെ പടിഞ്ഞിരിക്കൂത്രേ. എന്തിനാ? നാരായണീയം കേൾക്കാനേ. അത്രയ്ക്ക് നാരായണീയ പ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഏത് ദശകങ്ങളാണോ ഉറപ്പായും ചൊല്ലേണ്ട, അങ്ങനെ ഒന്നുമില്ല. എല്ലാ ദശകങ്ങളും ഭഗവാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ മിനി നാരായണീയം എന്ന്. മിനി നാരായണീയം ഏത് ദശകമാണ് വേണ്ടത് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതിൽ ഏത് ദശകങ്ങളൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ബിന്ദു സദാനന്ദ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ജന്മാന്തര ദുരിതങ്ങൾ മാറാൻ നാമം ചൊല്ലിയാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാമം ചൊല്ലിയാൽ മതി കേട്ടോ. അനേകം ഭക്തർ പറഞ്ഞിട്ടുണ്ട് നാമം ചൊല്ലിയാൽ, നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് മാത്രം ഗുരുവായൂരപ്പന്റെ ആ ഒരു പാദത്തിലേക്ക് ചേരാമെന്ന് ജ്ഞാനപ്പാനയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറൊരാളെ പരിഹസിച്ചുകൊണ്ടാണെങ്കിലോ താൻ അറിയാതെ ആണെങ്കിലോ വേറൊരാളുടെ പേര് വിളിക്കലാണെങ്കിലോ എങ്ങനെ ആയാലും നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. കലികാലത്ത് നാമം കൊണ്ട് മാത്രം വൈകുണ്ഠത്തിന് പോയിക്കോളൂ എല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കണത് കേട്ടോ. പൂന്താനം മാത്രമല്ല അങ്ങനെ പറഞ്ഞിരിക്കണേ, മേൽപ്പത്തൂരും പറഞ്ഞിട്ടുണ്ട്. അജാമിളമോക്ഷം പറയുന്ന സമയത്ത് മേൽപ്പത്തൂരും പറഞ്ഞിട്ടുണ്ട്, നാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കോടി ജന്മ പുണ്യാണ് നൽകുക എന്ന്, അത്രയും ജന്മത്തെ പാപം ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ നാമം ജപിക്കുക എന്ന് പറയുക, ഇതൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട കൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് അതങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉറച്ചുപോയി. അപ്പം ഞാനൊരു സിനിമ കാണാനിടയായി കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പഴയൊരു സിനിമയാണ്, ഏകലവ്യൻ എന്നാ തോന്നുന്നു ആ സിനിമയുടെ പേര്. സുരേഷ് ഗോപിയുടെ ഒരു സിനിമ, ഭയങ്കര ആക്ഷൻ മൂവി ആട്ടോ. അതിൻ്റെ ഇടയിൽ വളരെ ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് നരേന്ദ്രപ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം മാധവ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷം. മാധവ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിനെയാണ്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. മാധവ എന്ന് വിളിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും മാധവൻ വന്നിട്ട് ഈ ദുഷ്ടനെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ അദ്ദേഹം ഇങ്ങനെ മാധവ എന്ന് വിളിച്ചിട്ട് മരിച്ചത്? അങ്ങനെ വിളിക്കണ്ടായിരുന്നു, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമായിരുന്നു മരിക്കാൻ, ആവൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമായിരുന്നു മരിക്കാൻ എന്നൊക്കെ അന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വായനയിൽ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ നാരായണാന്ന് വിളിച്ചാൽ അജാമിളന്റെ മുമ്പിൽ വന്ന പോലെ തന്നെ അപ്പം ഭഗവത് ഭാഷകന്മാരെത്തുന്നു. അതേപോലെ മാധവാന്ന് വിളിച്ചിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദുഷ്ടത ചെയ്ത ആളല്ലേ, ഇയാൾക്ക് മോക്ഷം കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു എന്ത് ചിന്തയാലേ. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉറച്ചു കഴിഞ്ഞ് നമുക്ക് വിശ്വാസം വരും. അപ്പം നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇന്നും ഞാൻ ഇത് കേട്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, ഇപ്പോഴാണെങ്കിലും ഉറച്ചു വിശ്വസിച്ചോളൂ. ഗുരുവായൂരപ്പനെ നാമം കൊണ്ട്, ഏത് നാമം എന്നൊന്നുമില്ല കേട്ടോ, ഭഗവാന് സഹസ്രനാമം ഉണ്ടെന്നാണല്ലോ പറയണേ. ഏതെങ്കിലും ഒരു നാമം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചോളൂ. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതാവുന്ന പറയാ. നമ്മൾ അറിയാതെ മനസ്സ വാച കർമ്മണ 3 തരത്തിലുള്ള പാപങ്ങളുണ്ട് നമുക്ക്. നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങളുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്നതുണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്നതുണ്ട്, വാക്കുകൾ കൊണ്ട് ചെയ്യുന്നതുണ്ട്. ഇങ്ങനെ അനേകം പാപങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ആചാര്യൻ പറയാറുണ്ട്, നമ്മൾ ആദ്യം വിചാരിക്കുക ഞാൻ അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് അത്ര ആദ്യം വിചാരിക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ല വിഷമം ഉണ്ടാവും. ഞാൻ പറയുന്ന വാക്കുകളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചിലരെ ഹേർട്ട് ചെയ്യണ തരത്തിൽ അറിയാതെ പറഞ്ഞു പോയിണ്ടാവും. ഇപ്പം എന്താ നമ്മൾ ചെയ്യുക? അതേപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ എത്രയോ ജീവികൾ അതിൻ്റെ അടിയിൽ, കാലിൻ്റെ അടിയിൽ പെട്ട് മരിച്ചു പോകുന്നുണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൽ ഉള്ള അണുക്കൾ ചത്തു പോകുന്നുണ്ടാവും. ഇതൊക്കെ ഈശ്വര സൃഷ്ടിയല്ലേ, അതൊക്കെ നമ്മൾ വേണച്ച് ചെയ്യണതല്ലല്ലോ, അറിഞ്ഞുകൊണ്ടല്ലോ. ഇനി അറിഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടമ്മമാരെ എത്ര പാപം ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉറുമ്പ് വരാൻ തുടങ്ങുകയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പായസത്തിലോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സ്വീറ്റ്സിലോ എങ്ങാനും ഉറുമ്പ് ഇങ്ങനെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കണ കണ്ടാൽ ഒരു ചോക്ക് എടുത്ത് അങ്ങോട്ട് വരയ്ക്കും അല്ലേ, ലക്ഷ്മണ രേഖ എന്നൊക്കെ പറഞ്ഞു കിട്ടണേ. അപ്പൊ എന്താ ഉണ്ടാവുക? കുറേ ഉറുമ്പുകൾ അവിടെ തന്നെ കഴിയും, പിന്നെ ആ ഉറുമ്പ് വരാണ്ടാവും. നമ്മളെന്താ ഉദ്ദേശിക്കണേ? നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചതാ, ഉറുമ്പിന് കൊടുക്കാനുള്ളതല്ല. അപ്പോ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്നൊക്കെ പറയുന്നത് സിനിമാ ഡയലോഗ് മാത്രമാണ്. കാരണം നമ്മള് വീട്ടമ്മമാർക്ക് വേണ്ടി വരും
ഒഴിവാക്കാൻ പറ്റാതെ വേണ്ടി വരും. കൂറശല്യത്തിന് നമ്മൾ പാറ്റ ഗുളിക കൊണ്ടിടില്ലേ, അതല്ലെങ്കിൽ ഹിറ്റ് അടിക്കില്ലേ, ഇതൊക്കെ ആ ജീവികളെ കൊല്ലാനല്ലേ. പക്ഷെ ഇതിനൊക്കെ നമ്മൾക്ക് നല്ല ഉദ്ദേശമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കും അസുഖം വരരുതെന്നോ അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അനേകം പാപങ്ങൾ സമ്പാദിക്കേണ്ടതെന്ന് തന്നെയാണ് ആചാര്യന്മാര് പറയണേ. അപ്പൊ ഈ പാപങ്ങൾ സമ്പാദിക്കുന്ന നമുക്ക് ഈ പാപങ്ങളൊക്കെ കളയും വേണ്ടേ, കഴുകി കളയും വേണ്ടേ? അതിനുള്ള ഏറ്റവും നല്ല മാർഗം നാമം ജപിക്കൽ തന്നെയാണ്. എണ്ണമില്ലാതെ നാമം ജപിച്ചോളൂ. ഗുരുവായൂരപ്പനുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും. അടുത്തതായിട്ട്, പുതിയ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്തേക്കാം. ആ ലിങ്കിൽ കയറിക്കോളൂ. ആർക്കെങ്കിലും പുതിയ ഗ്രൂപ്പിൽ അതിലങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. ഓടി വന്നിട്ട് നിങ്ങൾക്ക് നിരാശയാവണ്ട. ഞാൻ നല്ലൊരു കൃഷ്ണൻ്റെ ഫോട്ടോയും ഉച്ചപൂജയുടെ അലങ്കാരവും മാത്രമാണ് അതിൽ ഷെയർ ചെയ്യാറുള്ളത്. ചില സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ച് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുന്നതായിട്ടൊരു ഓഡിയോ ക്ലിപ്പും ഇടാറുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, സദ്യ പ്രതീക്ഷിച്ച് വന്നിട്ട് വെറുംചോറ് തന്നു വിട്ടു എന്ന് വിചാരിക്കരുത്. ഇത്രേ അതിലുണ്ടാവുള്ളൂ കേട്ടോ. അടുത്തതായിട്ട്, എൻ്റെ ചേച്ചിയുടെ മകൻ 26 വയസ്സായി. അവൻ കുഞ്ഞിലെ നല്ല കുട്ടിയാണ്. ദുശീലങ്ങളൊന്നുമില്ല. ഇപ്പോൾ പാരൻസുമായും ഫാമിലിയായും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒരു സ്നേഹബന്ധമില്ല. അമ്മയോട് ഒന്ന് നല്ല രീതിക്ക് സംസാരിക്കുന്ന പോലും ഇല്ല. ചേച്ചിക്ക് ആകെ വിഷമമാണ്. എന്താ ചെയ്യാം? എൻ്റെ ചേച്ചിയും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ആളാണ്, നാമം ജപിക്കുന്നുണ്ട്. ചേച്ചി എപ്പോഴും അവനെ ഓർത്ത് വിഷമമാണ്. എന്താ ചെയ്യുക? നല്ലൊരു ജോലി ഇല്ല, ഒന്നിനെ പറ്റിയും അവൻ ചിന്തിക്കുന്നില്ല. കുട്ടി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് രസ്ന ചെക്കു എന്ന ഐഡിയിൽ നിന്നാണ് കേട്ടോ ഇത് വന്നിരിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞത്. മക്കൾ ഉണ്ടായാൽ എങ്ങനെ പോയാലും പാരൻസിന് എങ്ങനെയെങ്കിലും ഒരു സങ്കടം മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ. ഇതൊക്കെ ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാലലീലയുടെ ഭാഗം ചൊല്ലി നമസ്കരിക്കൂ. നാരായണീയത്തില് 38ാമത്തെ ദശകം മുതൽ അങ്ങോട്ട് ബാലലീല എല്ലാം ഉണ്ട് കേട്ടോ. ആ ഭാഗങ്ങളെല്ലാം അതിലേത് വേണമെങ്കിലും, ഏതാണ്ടൊരു 70ാമത്തെ ദശകം വരെയും ബാലലീല തന്നെയാണ്. അതിലേത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം, തിരഞ്ഞെടുത്ത് ചൊല്ലാം. അത് മുടങ്ങാതെ ചൊല്ലിക്കോളൂ, എല്ലാ ദിവസവും ചൊല്ലിക്കോളൂ. ഗുരുവായൂരപ്പനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ, എൻ്റെ കുട്ടിക്ക് നേരെയാവണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലിക്കോളൂ കേട്ടോ. ഇത്രയും പെട്ടെന്ന് ആ മകൻ നിങ്ങളിലേക്ക് തിരിച്ചെത്തട്ടെ. ഗുരുവായൂരപ്പൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട്, ഉണ്ണികൃഷ്ണൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ അയക്കാനുള്ള നമ്പർ തരുമോ സവിത എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ചോദ്യങ്ങൾ അയക്കാനുള്ള നമ്പർ അല്ല, ഇതിന് താഴെ, അതായത് ഈ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി കൊടുക്കാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട്, ശ്രീകല കെ എന്ന ഭക്തയാണ്. എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല സവിത. 3 പ്രാവശ്യം ചോദിച്ചു. വെണ്ണക്കണ്ണനെ ഏത് ശ്ലോകം ചൊല്ലി നമസ്കരിക്കണം? അങ്ങനെ ചോദിച്ചാൽ ഞാനത് ഗ്രൂപ്പിൽ ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അടുത്തതായിട്ട്, ആദിൽ എന്ന ഐഡിയിൽ നിന്നാണ്. സവിത, എൻ്റെ മോന് മാസ്റ്റർ ഡിഗ്രിക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ കടാക്ഷിച്ചാൽ അതിന് ഞാൻ എന്താണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് പറഞ്ഞുതരൂ. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇനി ഗുരുവായൂരപ്പൻ എന്താ വേണ്ടത് വെച്ചാൽ വേണ്ടതുപോലെ നേരെയാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് നാരായണീയത്തിലെ 82ാമത്തെ ദശകം എല്ലാ ദിവസവും മുടക്കം കൂടാതെ ജപിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട്, ലതാദേവി. ലത ചേച്ചി മാത്രമല്ല, കുറേ പേര് ചോദിച്ചു വൃന്ദാവന യാത്ര എന്താണെന്ന് പറയാമോ? വരണം എന്നുണ്ട്. ചേച്ചി ലേറ്റായിപ്പോയി. ഞങ്ങളുടെ വൃന്ദാവന യാത്രയുടെ ആളുകളെല്ലാം ഫില്ലായി കേട്ടോ. ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് വൃന്ദാവന യാത്രയെ പറ്റി, കുറേ മാസമല്ല 2 മാസം മുമ്പാന്ന് തോന്നുന്നു, വൃന്ദാവന യാത്രയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്ത എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് പേരായിട്ട് ഞങ്ങൾ ഫെബ്രുവരി 7-ാം തീയതിയാണ് പോകുന്നത്. 10 ദിവസത്തെ യാത്രയാണ്. ഫെബ്രുവരി 17-ാം തീയതി വരെയാണ്. ആ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ മാർച്ചിൽ ഒരു ഗ്രൂപ്പിലേക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാനും എൻ്റെ ഫാമിലിയും കൂടി പോകുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. മറ്റേ യാത്രയിൽ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ കോർഡിനേറ്റേഴ്സൊക്കെ സെയിം ആണ് കേട്ടോ.
അടുത്തതായിട്ട് ശശികുമാർ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. സദാ പ്ലീസ് ടേക്ക് മൈ ക്വസ്റ്റ്യൻ. മൈ വൈഫ് ഹാസ് ബീൻ സഫറിംഗ് ഫ്രം ആർത്രൈറ്റിസ് for a long time and consulted many doctors in Ayurvedic and English. Please advise what offerings can be done for the cure of my wife to my Lord ഉണ്ണികൃഷ്ണൻ. അതായത് ആർത്രൈറ്റീസ് അസുഖം ഉണ്ട് ഭാര്യയ്ക്ക്, അത് മാറാൻ ഉണ്ണികൃഷ്ണന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ശശികുമാർ സാറ് ചോദിച്ചിരിക്കുന്നത്. ആർത്രൈറ്റൈസ് എന്ന് പറയുന്നത് സന്ധിവേദന എന്ന് പറയുന്ന ആ ഒരു ഇതാണല്ലോ. അതിന് ആടിയ എണ്ണ ഷീട്ടാക്കിയാൽ മതി. ഗുരുവായൂരപ്പന് ആടിയ എണ്ണ ഷീട്ടാക്കിയിട്ട് അത് ശരീരത്തിൽ തേച്ചു കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അഭിഷേകം ഓയിൽ എന്ന പേരിൽ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലേക്ക് അയച്ചു തരാനുള്ള ഓപ്ഷൻ ദേവസ്വം വെബ്സൈറ്റിലുണ്ട്. ഇനി വരുന്ന സമയത്ത് എണ്ണാഭിഷേകം കണ്ടു തൊഴാൻ സാധിച്ചാൽ അതും നല്ലതാണ് കേട്ടോ. എണ്ണാഭിഷേകം കണ്ടു, ഞാനിപ്പോൾ ആർത്രൈറ്റീസിന്റെ ബുദ്ധിമുട്ടുള്ള ഒരാളോട് എങ്ങനെയാ അങ്ങനെ പറയാന്നറിയില്ല. കാരണം തലേ ദിവസം തന്നെ ക്യൂ സംവിധാനത്തിൽ നിൽക്കുകയൊക്കെ വേണം. എന്നാൽ മാത്രമേ 3:30 മണിക്കുള്ള ആ ഒരു എണ്ണാഭിഷേകം കണ്ടു തൊഴാൻ സാധിക്കുള്ളൂ. ഇനി കണ്ടു തൊഴാൻ സാധിച്ചിട്ടില്ലെങ്കിലും എണ്ണാഭിഷേകം ഷീട്ടാക്കിയിട്ട് ആടിയ എണ്ണ വാങ്ങിയിട്ട് അത് തേച്ച് കുളിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ഉഷാകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത എൻ്റെ മകന് പട്ടാളത്തിൽ ജോലി കിട്ടാൻ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടണേ എന്ന് സവിത ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണേ. ഞാൻ ഇന്നും നമസ്കരിക്കുന്നുണ്ട്. മോൻ ഇപ്പോൾ ഇവിടെ ഇല്ല, വരുമ്പോൾ അവിടെ വന്ന് അഹസ് വഴിപാട് നടത്താം. കുട്ടി കൂടി പ്രാർത്ഥിക്കണേ. സവിത പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ കേൾക്കും എന്നാണ് പറഞ്ഞേക്കണേ. ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പൻ കേൾക്കും. ഗുരുവായൂരപ്പൻ അങ്ങനെ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നേ. ഭഗവാൻ നമ്മളെ എന്താ പറയണേന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഭഗവാന് ഒരാൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ റെക്കമെൻഡേഷൻ്റെ ആളാണ് കേട്ടോ. ആചാര്യൻ അത് പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ റെക്കമെൻഡേഷൻ്റെ ആളാണെന്ന്. അത് പറയാറുള്ളത് എപ്പോഴാണെന്നറിയോ? കാളിയമർദ്ദനം കഥ പറയുന്ന സമയത്താണ് പറയാറുള്ളത്. റെക്കമെൻഡേഷൻ്റെ ആളാണ്. കാരണം ഗരുഡൻ അനേകം തവണ പറഞ്ഞു അത്രേ ഭഗവാനോട്, കാളിയൻ്റെ അഹങ്കാരം കൂടി കൂടി വരികയാണ്, ഭഗവാൻ എന്താണത് ശ്രദ്ധിക്കാത്തത് എന്ന്. ആ സമയത്തൊക്കെ ഭഗവാൻ പറഞ്ഞു ശരിയാക്കാം, നേരെയാക്കാം എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായി? രാധാദേവി പറഞ്ഞു അത്രേ കുളിക്കാനും കുടിക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണെന്ന്. അത് പറഞ്ഞ് 24 മണിക്കൂർ ആയില്ല, അതിനു മുമ്പ് ഭഗവാൻ അതിനൊരു ആക്ഷൻ എടുത്തു എന്നാ പറയണേ. അപ്പോൾ ഭഗവാന് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ പറയുമ്പോൾ കുറച്ചധികം ഇഷ്ടമുണ്ട് കേട്ടോ, അതില്ലാതൊന്നും പറയണില്ല. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എനിക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണെന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട്. എല്ലാ ഭാഗ്യത്തിൻ്റെ പിന്നിലും ഒരു കഥ ഉണ്ടായിരിക്കും പറയാൻ. സവിതയ്ക്കുമുണ്ട് അങ്ങനെ ചില കഥകളൊക്കെ പറയാൻ കേട്ടോ. അത് സമയം പോലെ പറയാം. അപ്പോൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടി ഇവിടെ ഇരുന്നോട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചതൊന്നുമല്ല. നമ്മളെ ഒന്ന് എന്താ പറയുക, ആവിയേറ്റി പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചില സന്ദർഭങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ട് പരിപാകത വരുത്തിയതിന് ശേഷം മാത്രമേ ഭഗവാൻ നമുക്കൊരു അനുഗ്രഹം തരുള്ളൂ. അത് ഏത് വ്യക്തിക്കും എന്ത് അനുഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ പിന്നിൽ പോയി നോക്കിയാൽ അവർക്ക് ഉണ്ടായ സാഹചര്യങ്ങൾ അത് ഇത്തിരി കടുപ്പായിരിക്കും. ഇത്രയൊക്കെ വേണമായിരുന്നു ഗുരുവായൂരപ്പ എന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം തന്നെയാണ് എല്ലാ ദിവസവും തൊഴുതോളൂ എന്നൊരു അനുഗ്രഹം ഭഗവാൻ തന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് കൃഷ്ണാര്യമിത്രങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. പക്ഷെ നാം പ്രാർത്ഥിച്ചാൽ മാത്രമല്ല കേൾക്കുക, ആര് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ കേൾക്കും, കേൾക്കാണ്ടിരിക്കില്ല. ഉണ്ണികൃഷ്ണൻ എന്താ പറയാ, ഭക്തദാസനാണ് പറയാൻ ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതിൻ്റെ അംബരീഷ ചരിതമൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭക്തനിൽ അടിമയാണ് എന്ന്. അത്രയ്ക്കും എനിക്ക് എൻ്റെ ഭക്തനോട് ദാസ്യഭാവമാണ് ഉള്ളത് എന്ന്. അപ്പോൾ ആര് പ്രാർത്ഥിച്ചാലും കേൾക്കാണ്ടിരിക്കില്ല കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ മകളുടെ മൈഗ്രെയിൻ മാറാൻ എന്താണ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓമന PA എന്ന ഭക്ത. ഓമന ചേച്ചി, അങ്ങനെ ഇല്ല, ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് എന്നില്ല. ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താണോ അതങ്ങോട്ട് ഉണ്ണികൃഷ്ണനെ സമർപ്പിച്ചിട്ട് പറയൂ, ഉണ്ണികൃഷ്ണ എൻ്റെ കുട്ടി ഇങ്ങനെ വേദന അനുഭവിക്കണ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കേ വേണ്ടൂ. നമ്മുടെ പ്രാർത്ഥനയിലാട്ടോ കാര്യം. നമ്മുടെ ഉണ്ണികൃഷ്ണനെ അതങ്ങോട്ട് തട്ടിക്കളയാൻ പറ്റില്ല എന്ന് തോന്നുന്ന തരത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഒരു പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ?
ആരാ പറഞ്ഞേ ഉണ്ണികൃഷ്ണൻ ഡാൻസ് കളിക്കില്ല എന്ന്? ഗോപികമാരെ പോലെ നിങ്ങൾ ചെയ്തു നോക്കൂ, ഡാൻസ് കളിക്കും ഉണ്ണികൃഷ്ണൻ. ആരാ പറഞ്ഞേ ഉണ്ണി ഭക്ഷണം കഴിക്കില്ല എന്ന്? നിങ്ങൾ യശോദമ്മ കൊടുക്കുന്നത് പോലെ കൊടുത്തു നോക്കൂ, ഭഗവാൻ ഭക്ഷണം കഴിക്കുക ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതേമാതിരി നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിക്കനുസരിച്ചാണ് നമ്മളെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കൊണ്ട് നടത്തുക. നമ്മൾ ഓരോ കാര്യവും ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ് ആ പറയുന്ന രീതിക്ക് നല്ല പ്രാധാന്യം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണികൃഷ്ണനോട് പറയുമ്പോ ഇങ്ങനെ തന്നെ പറയണം, വായ തുറന്നങ്ങോട്ട് പറയൂ, ഉണ്ണീ കൃഷ്ണ എനിക്കിതാ ഇന്ന ബുദ്ധിമുട്ടുകളെല്ലാം വന്നു ചേർന്നിട്ടുണ്ട്, ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ അനുഭവിക്കണം എന്നുള്ളത് അങ്ങയുടെ ഇഷ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അനുഭവിക്കാം കേട്ടോ എന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ ഉണ്ണികൃഷ്ണന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആചാര്യൻ പറയാറുള്ളത്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എൻ്റെ ഭക്തനെ അല്ലെങ്കിൽ ഭക്തയെ കൊണ്ടെത്തിക്ക് സാധ്യമല്ല എന്നത്രേ ഉണ്ണികൃഷ്ണൻ വിചാരിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള വഴിപാട് നേർന്നോളൂ, എന്നിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭജന ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അജിത ഉണ്ണികൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ കൃഷ്ണാര്യമിത്രത്തിന്റെ ആദ്യകാലങ്ങളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പഴയ വീഡിയോ റെഫർ ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല. വീണ്ടും അതൊരു എക്കാലത്തെയും ഒരു സബ്ജക്റ്റായി ഭജന ഇരിക്കലല്ലേ. വീണ്ടും അത് ഒരിക്കൽ കൂടി ചെയ്യാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ അത് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൃഷ്ണാര്യമിത്രം തുടങ്ങിയ കാലത്ത് ഉള്ള വീഡിയോസിലുള്ളത് ആണ് കേട്ടോ. ഭജന ഇരിക്കലെന്ന് തന്നെയാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കണേ. ഒന്ന് നോക്കൂ, കിട്ടിയില്ലെങ്കിൽ പറയൂ, നമുക്ക് രണ്ടാമത് ചെയ്യാം കേട്ടോ. എനിക്ക് പേര് മനസ്സിലാവണില്ല. സുവാസിനി എന്നാണോ? സുഹാസിനി അല്ല, സുവാസിനി എന്നാണ്. താമ്പൂലം വഴിപാട് കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് താമ്പൂലം വഴിപാട് കഴിക്കുക എന്നാണ് പറയാറുള്ളത് കേട്ടോ. താമ്പൂലം വഴിപാട് ഷീട്ടാക്കാൻ ഒരു ദിവസത്തിന് 2 രൂപയാണ്. മിനിമം 15 ദിവസത്തിന് ഷീട്ടാക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് എത്ര ദിവസത്തിന് വേണമെങ്കിലും ഷീട്ടാക്കാം. അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ഷീട്ട് എടുക്കേണ്ടത് കേട്ടോ. സ്വയംവരം കൃഷ്ണനാട്ടങ്ങളെയും ഷീട്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ വിവാഹം നടക്കാനായിട്ട്. താമ്പൂലം വഴിപാടും ഈ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നമ്മൾ മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് വെറ്റിലടക്ക ദക്ഷിണ വെക്കാറില്ലേ? അതുപോലെയാണ് ഭഗവാന് താമ്പൂലം നിവേദ്യം സമർപ്പിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് രജിത ശങ്കർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ശയനപ്രദക്ഷിണം നേർന്നു, പക്ഷെ അവന് അത് ചെയ്യാൻ എന്തോ ഒരു പേടിയോ മടിയോ പോലെ. അതിന് പകരം അടിപ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ശയനപ്രദക്ഷിണവും അടിപ്രദക്ഷിണവും ഒരേ തത്തുല്യമായ വഴിപാടാണ്. ശയനപ്രദക്ഷിണം സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ശയനപ്രദക്ഷിണത്തിന് പകരം അടിപ്രദക്ഷിണമാക്കിയത്. എന്നാൽ ഇത് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ ചെയ്യാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ ആൺകുട്ടികളും ഇത് ചെയ്യാറുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് വേണ്ട ഡ്രസ്സൊന്നും കരുതിയിട്ടുണ്ടാവില്ല, അപ്പോൾ അവർ അടിപ്രദക്ഷിണം വെച്ച് പോകാറുണ്ട്. അതല്ലെങ്കിൽ നടുവിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ, ശയനപ്രദക്ഷിണം ചെയ്യാൻ ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ അടിപ്രദക്ഷിണം വെച്ചിട്ട് പോവാറുണ്ട്. മകന് പേടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പേടി കൊണ്ട് മാത്രമാണ് ചെയ്യാതിരിക്കുന്നത് എങ്കിൽ ആ ശ്രീലകത്തിരിക്കുന്ന ആള് പിന്നെ എന്തിനുള്ളതാ? നമ്മൾ ശയനപ്രദക്ഷിണം ഉരുളുമ്പോൾ വെറും വയറ്റിലാണ് ചെയ്യേണ്ടത്. ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യരുത്. ഭക്ഷണം കഴിച്ച ഒരു 2-2.5 മണിക്കൂറിന് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല കേട്ടോ. ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. പേടി കൊണ്ട് മാത്രമാണെങ്കിൽ ആദ്യം പോയി കൊടിമരച്ചോട്ടിൽ ഒന്ന് നമസ്കരിക്കുക. ഉണ്ണികൃഷ്ണ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് തുടങ്ങിക്കോളൂ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അതല്ല മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ശയനപ്രദക്ഷിണത്തിന് തുല്യമായ വഴിപാട് തന്നെയാണ് അടിപ്രദക്ഷിണം. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്,
മകളുടെ നടുവേദനയുടെ കാര്യം, ഞാൻ ഈ മൈഗ്രെയിന് പറഞ്ഞ അതേ തന്നെയാട്ടോ എനിക്ക് പറയാനുള്ളത്. മകളുടെ നടുവേദനയുടെ കാര്യം കുറേ ചികിത്സിച്ചു, വലിയ കുറവൊന്നും ആയിട്ടില്ല. ഭഗവാനോട് കദളിക്കൊല കൊണ്ട് തുലാഭാരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കൾ നാട്ടിൽ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണാവോ, ഉണ്ണി എന്നോട് പിണങ്ങിയോ ആവോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. സവിതമോളെ ഒന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പക്ഷെ ഉണ്ണികൃഷ്ണനെ അങ്ങനെ പിണങ്ങൊന്നുമില്ല കേട്ടോ. ഉണ്ണികൃഷ്ണനെ എത്രയും പെട്ടെന്ന് കുറച്ച് കദളിപ്പഴം വാങ്ങി കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ. എന്നിട്ട് അവർ വരുന്ന സമയത്ത് കദളിക്കൊല കൊണ്ട് തുലാഭാരം തൂക്കാം എന്നും പറഞ്ഞോളൂ കേട്ടോ. അടുത്തതായിട്ട് കമല ചേച്ചി പറഞ്ഞിരിക്കുന്നത്, സവിതമോൾ വലിയ ഭാഗ്യവതിയാണ്, ഗുരുവായൂരപ്പൻ മോളുടെ സ്വന്തല്ലേന്ന്. ആണോ? എൻ്റെ മാത്രമാണോ ഗുരുവായൂരപ്പൻ? ബാക്കിയുള്ള ഭക്തരൊന്നും കേൾക്കണ്ട കേട്ടോ. എൻ്റെ മാത്രം ഗുരുവായൂരപ്പനല്ല, നമ്മുടെ എല്ലാവരുടെയും ഗുരുവായൂരപ്പനാണ്. നമ്മുടെ കൂടെ ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതിന് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇരുന്നിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണൻ തിരിച്ച് നമ്മളോട് മറുപടി പറയും. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് അപ്പം മറുപടി പറയും. എങ്ങനെയാ മറുപടി പറയാ? അശരീരിയായിട്ട് കേൾക്കൊന്നുമില്ല കേട്ടോ. അത്രയ്ക്കൊന്നും ഭാഗ്യം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അശരീരിയായിട്ട് കേൾക്കുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ശരിക്കും അനുഭവമാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒന്നാമത്തെ ദിവസം ഒന്നും കേട്ടില്ല എന്നാണെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും സംസാരിച്ചിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചങ്ങോട്ട് വിളക്ക് വയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നമുക്ക് അനേകം 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 ചോദ്യങ്ങൾ ഉണ്ടാവും ഭഗവാനോട് ചോദിക്കാൻ. എന്തുകൊണ്ടാ ഭഗവാനെ ഇത് ഇന്ന രീതിയിൽ സംഭവിച്ചത്? അത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വേണ്ടത്? അതായിരിക്കും ആദ്യം നമ്മൾ ചോദിക്കുക. ഈ നെഗറ്റീവായിട്ട് ആണല്ലോ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. എന്താ ഉണ്ണി എനിക്ക് ഇത്രയും സന്തോഷം തന്നില്ലേ? അങ്ങനെയൊന്നുമല്ല നമ്മൾ ചോദിക്കുക. എന്തുകൊണ്ടാ ഉണ്ണി കൃഷ്ണ ഇത് ഇന്ന രീതിയിൽ വന്നത്? ഇങ്ങനെയൊക്കെയാവും നമുക്ക് ചോദ്യങ്ങൾ വരിക. പക്ഷെ എന്ത് ചോദ്യമാണെങ്കിലും ചോദിച്ചോളൂ, ഉത്തരം പറയാൻ തയ്യാറായിട്ടൊരു ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള ഉണ്ണി ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം തരും. ഇത് ഇന്ന രീതിയിലല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഇത് ഇന്ന രീതിയിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെയുള്ള മറുപടികൾ പറഞ്ഞു തരൂ കേട്ടോ. അപ്പോൾ പാസ്റ്റ് ലൈഫ് അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ അവസാനം നമ്മൾ പറയാ, ശരി കൃഷ്ണ, ഇത് മനസ്സിലായി എനിക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെ ഒന്നുണ്ടല്ലോ. ഈ ഒരു ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്നാ മതി, അതുപോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു നോക്കൂ. ഭഗവാൻ നമുക്ക് വേണ്ട വഴി കാണിച്ചു തരും. ആ വഴിയിൽ കൂടെ സഞ്ചരിച്ചു നോക്കൂ, ഒരിക്കലും തെറ്റുപറ്റില്ല. അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ അങ്ങോട്ട് പറയാ, ഉണ്ണികൃഷ്ണ, ദാ ഞാൻ ഇന്ന 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 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ സന്തോഷത്തിനായിട്ട് വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ മറന്നുപോകും, നമുക്കേ ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഉണ്ണികൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതെങ്ങനെയാ ഇത്ര ഉറപ്പ് സവിത പറയണ വെച്ചാൽ, ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സവിതയുടെ ഉണ്ണികൃഷ്ണന് നമസ്കാരം എന്നാണോ പറയാറ്? എൻ്റെ ഉണ്ണികൃഷ്ണന് നമസ്കാരം, എൻ്റെ ഗുരുവായൂരപ്പ എന്നാണോ വിളിക്കാറ്? അതോ സവിതയുടെ ഗുരുവായൂരപ്പ എന്നാ വിളിക്കാറ്? ഉറപ്പായിട്ടും എൻ്റെ ഗുരുവായൂരപ്പ എന്നാവൂലേ വിളിക്കുന്നുണ്ടാവുക. ആ എൻ്റെ എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ, എൻ്റെ ആണ് ഗുരുവായൂരപ്പൻ എന്നുള്ളത്, അതെല്ലാവർക്കും ഉള്ളതാണെന്നേ. ഗുരുവായൂരപ്പൻ അത് സുസമ്മതാണ് എന്നാണ് പറയാറ്. ഭഗവാൻ ഞാൻ നിന്റെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അത്ര ഇരിക്കണേ. അപ്പോൾ കമല ചേച്ചിയുടെയും കൂടി ഭഗവാനാണ് കേട്ടോ. അടുത്തതായിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പറയട്ടെ. മിനി ഗംഗാധരൻ എന്നാണ് പേര്. നെയ്വിളക്ക് കഴിച്ച് പ്രസാദം വാങ്ങാൻ പോയിട്ടോ, ചീത്ത കേട്ടു. അടുത്ത് നിന്ന് ആൾ പ്രസാദം കൊണ്ടുപോകൂ എന്ന്. നല്ല അനുഭവമായിരുന്നു. എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. മിനി ചേച്ചി പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസം ഇവിടെ വന്നിട്ട് സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതെന്താണെന്ന് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരുമോ? ശൈല വിപിൻ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം സവിത, അക്ഷരലക്ഷം നാമം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാരായണ നാമത്തിന് എത്ര അക്ഷരങ്ങളുണ്ട്? 4 അക്ഷരല്ലേ? 4 അക്ഷരമുള്ള നാരായണ എന്ന് 4 ലക്ഷം തവണ ചൊല്ലിയാൽ നാരായണ നാമത്തിന്റെ അക്ഷരലക്ഷം ആയി. പഞ്ചാക്ഷരത്തിന്റെ അക്ഷരലക്ഷം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 5 അക്ഷരമാണ്, 5 അക്ഷരങ്ങളാണ്. അപ്പോൾ 5 ലക്ഷം ആയാൽ
പഞ്ചാക്ഷരത്തിൻ്റെയും അക്ഷരലക്ഷമായി. ഇങ്ങനെ നമ്മൾ ഏത് നാമമാണോ ചൊല്ലുന്നത് ആ നാമത്തിൻ്റെ അത്രയും ലക്ഷം നാമം ആയാലാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത് കേട്ടോ. നാരായണ നാമത്തിന് അക്ഷരലക്ഷം എന്ന് പറയുന്നത് 4 ലക്ഷം ആണ് കേട്ടോ. അടുത്തതായിട്ട് സുമാ പിള്ള എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, ഞാൻ എല്ലാ മാസവും കണ്ണനെ കാണാൻ വരുന്ന ഒരു ഭക്തയാണ്. നമ്മൾ കുളിക്കുമ്പോൾ സോപ്പോ എണ്ണയോ ഉപയോഗിക്കരുത്, ക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്ന് കുറേ ഭക്തർ പറഞ്ഞു. കുളത്തിൽ കുളിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുതെന്ന് അറിയാം. ട്രെയിനിൽ പോകുമ്പോഴും തൊഴാൻ വരിയിൽ നിൽക്കുമ്പോഴും ഇത് കേൾക്കുന്നു. ഒന്ന് മറുപടി തരണേ മോളെ. ആരാ സുമ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്? നമ്മളൊരു ക്രൗഡിലേക്കാണ് പോണത്. ഈ ക്രൗഡിലേക്ക് പോകുമ്പോൾ നമ്മൾ സോപ്പൊന്നും തേക്കാതെ കുളിച്ച് പോയാൽ അടുത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ ക്ഷേത്രക്കുളത്തിലെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എണ്ണയോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയും. ആ കുളം വൃത്തികേടാക്കരുത്, അത് തീർത്ഥക്കുളമാണ് എന്നുള്ളതും കൂടി അതിന് ഒരു കാരണമാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ കുളിക്കുമ്പോൾ പിന്നെ വിശേഷാൽ അവസരം, ഏകാദശി, പിറന്നാൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. അതല്ലാതെ ക്ഷേത്ര ദർശനത്തിന് പോണ ഒരാൾ സോപ്പ് തേച്ച് കുളിക്കരുത്, എണ്ണ തേച്ച് കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദിവസവും ക്ഷേത്രത്തിൽ പോണ ആൾക്കാർ പിന്നെ എന്താ ചെയ്യുക? ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പറയണതാട്ടോ. ഇതാ നമ്മുടെ ഹിന്ദുയിസത്തിന്റെ കുഴപ്പം. കുറേ ആചാര്യന്മാർ കുറേ രീതിയിൽ പറയും. അപ്പം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ആചാര്യനെ തിരഞ്ഞെടുക്കുക, ആള് പറയണത് മാത്രം ഫോളോ ചെയ്യുക, ബാക്കിയുള്ളവർ അവർ പറഞ്ഞോട്ടെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.